പീരീഡ്സ് ഒക്കെ ഉണ്ടാവുന്നതിന്റെ 2 ദിവസം മുന്നേ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും അല്ലേ. നമുക്ക് മനസ്സിലാവുന്നൊന്നും ഉണ്ടാവില്ല, ഇത് എന്തിനാ ഞാനിങ്ങനെ ദേഷ്യം പിടിക്കുന്നൊന്നും യാതൊരു പിടുത്തവും ഉണ്ടാവില്ല. ചെറിയ കാര്യത്തിനൊക്കെ വൻ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. ലാസ്റ്റ് പീരീഡ്സ് വരുന്ന സമയത്താണ് ഓക്കെ ഇതായിരുന്നല്ലേ 2 ദിവസത്തെ എൻ്റെ ഇമോഷൻസിന്റെ കാരണം എന്നുള്ളത് അപ്പം നമുക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഹോർമോൺസ് കാര്യങ്ങളൊക്കെയുള്ള ഒരു വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ദിസ് ഇസ് മൈ റിയാലിറ്റി, ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ദേഷ്യം പിടിക്കുന്നത്, അത് ചെറിയ കാരണങ്ങളൊന്നും ആയിരുന്നില്ല നമ്മൾക്ക് അതിന് ശേഷം ചെറുതാണ്, ഇത്ര ചെറിയ കാര്യത്തിനാണല്ലേ ഞാൻ ഇത്രമാത്രം റിയാക്ട് ചെയ്തതെന്ന് പിന്നെ തോന്നുമെങ്കിലും ആ സമയത്ത് അത് വലിയ കാരണം തന്നെയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ. അതേപോലെ ഇതൊരു എക്സാമ്പിളാണ്. നമുക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് ഇങ്ങനെ പോസ്റ്റ്പാർട്ടം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺസ് വ്യത്യാസം കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ ഉണ്ടാകുന്ന പല ദേഷ്യങ്ങളും പല വാശികളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്കിത് പോസ്റ്റ്പാർട്ടം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഡിപ്രഷൻ സ്റ്റേജ് ആണ്, ഇതെൻ്റെ ആങ്സൈറ്റി ആണെന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. നമ്മൾക്കത് നമ്മളുടെ നോർമൽ റിയാലിറ്റി ആയിരിക്കും നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടാവാം. ഇതുപോലെ പല ആൾക്കാരും ഒരു ഇല്യൂഷൻ വേൾഡിലാണ് ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സ്വന്തം മൈൻഡിന്റെ കണ്ടീഷൻ 3D ഡയമെൻഷനിലാവുന്ന സമയത്ത്, 3D ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ഒരു ഹെൽ കണ്ടീഷൻ ആയിരിക്കും. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് നല്ല കാര്യങ്ങളായിക്കോട്ടെ മോശം കാര്യങ്ങളായിക്കോട്ടെ, നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പോലും ഒരു പേടിയാ, എന്തെങ്കിലും മോശം സംഭവിക്കാനായിരിക്കോ, അല്ലെങ്കിൽ നല്ലത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മോശം എനിക്ക് സംഭവിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവോ, ഹൗ കാൻ ഐ എൻജോയ് ഇറ്റ്, അല്ലെങ്കിൽ അതിൽ തന്നെ അയ്യോ ഇന്നാളിത് കാണാനില്ലല്ലോ, ഇന്നാളത് കേൾക്കാനില്ലല്ലോ. എന്ത് നല്ലത് വന്നിട്ടുണ്ടെങ്കിലും അതിലെന്തെങ്കിലും കരയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും. എന്തെങ്കിലും ചെറിയ ചലഞ്ചസ് വരുന്ന സമയത്ത് അപ്പം വീണുപോകും. കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കളിക്കുമ്പോൾ അയ്യോ എന്തേ എൻ്റെ ജീവിതം ഇങ്ങനെ, എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾ ഇങ്ങനെ, ഹസ്ബൻഡ് എന്തെങ്കിലും ആണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ ആയിപ്പോയത്. എല്ലാ സിറ്റുവേഷൻസിലും ഹെല്ലായിരിക്കും. അവരൊരു ബോസ് ആയിട്ടുണ്ടെങ്കിൽ തൻ്റെ ക്ലയൻസ് അല്ലെങ്കിൽ തൻ്റെ ടീംമേറ്റ്സ് കംപ്ലീറ്റ് എന്നെ ഉപദ്രവിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. ഇനി അവരുടെ ഒരു ക്ലയൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ടീംമേറ്റ് ആണെങ്കിൽ എൻ്റെ ബോസ് എന്നെ മാത്രം എന്തിനാ ടാർഗറ്റ് ചെയ്യുന്നത്, എന്നെ മാത്രം എന്തിനാ ഉപദ്രവിക്കുന്ന എന്നുള്ള ഫീൽ ആയിരിക്കും. അതായത് ഈ വേൾഡ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലാണെന്ന് തോന്നുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വേൾഡ് അഗെയിൻസ്റ്റ് ആയതുകൊണ്ടല്ല, നമ്മൾ അത്രയും താഴേക്കുള്ള ഒരു മെന്റൽ ഡയമെൻഷനിലേക്ക് നിൽക്കുന്നത് കൊണ്ടാവും. അപ്പം ഈ പീരീഡ്സിന്റെ ഒരു എക്സാമ്പിൾ ഫസ്റ്റ് പറയാൻ കാരണം, ഒരു 2 ദിവസത്തെ ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ബാക്ക് ടു റിയാലിറ്റിയിലേക്ക് എത്തുന്നുണ്ട്. റിയൽ ആയിട്ടുള്ള കാര്യം ഇപ്പം വേറെ കുറെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, അത് വെറും ഒരു മെന്റൽ ട്രോമ മെന്റൽ ട്രിഗർ കാര്യങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യും. പക്ഷെ ഈ റിയലൈസേഷൻ ഇല്ലാതെ സ്വന്തം ലൈഫ് കംപ്ലീറ്റ് ആയി ഇതുപോലെ കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരറിയുന്നില്ല പുറത്തൊരു ലോകമുണ്ട്, ഈ ഒരു ഡയമെൻഷൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ഡയമെൻഷനിലൂടെ ഞാൻ നോക്കുന്ന സമയത്ത് ഇതേ സിറ്റുവേഷൻസ്, ഇതേ ആൾക്കാർ, ഇതേ കാര്യങ്ങളൊക്കെ എനിക്ക് വേറെ രീതിയിലേക്ക് നോക്കിക്കാണാൻ വേണ്ടി പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ലെസൺസ് ഒരുപാട് ഇവിടെ എനിക്ക് എടുക്കാനുണ്ട്, എൻ്റെ ലൈഫ് തന്നെ ഒരുപാട് നല്ലത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റാത്തതിൻ്റെ കാരണം അവരിപ്പോഴും 3D ഡയമെൻഷൻ ഉള്ളതുകൊണ്ടാണ്. അതിൽ നിന്നും 4Dയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ലൈഫിനെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങാം. ഓക്കെ എന്താണ് എൻ്റെ പ്രശ്നം, ദിസ് ഇസ് മൈ കണ്ടീഷൻ, ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിലെങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ, അവിടെ പ്രശ്നങ്ങൾ ഇല്ലാതൊരിക്കൊന്നും ചെയ്യില്ല. പക്ഷെ അവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് പെട്ടെന്ന് തന്നെ റെസിലിയൻ്റ് ആയിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറ്റും, എഗെയിൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, എഗെയിൻ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, എഗെയിൻ അവരുടെ ഹാപ്പിനെസ് അവർ കണ്ടെത്തും, എഗെയിൻ അവർ ഫൊർഗീവ് ചെയ്യാൻ തയ്യാറാവും, ഫോർഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവും, മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുള്ളത് 4D കണ്ടീഷനാണ്. ഈ 4Dയിൽ തന്നെയാണ് ഭൂരിഭാഗം മനുഷ്യരുണ്ടാവുക. പക്ഷെ 3Dയിലുള്ള ആൾക്കാർ കുറവൊന്നല്ല. ഇനി കേൾക്കുന്നതിൽ ഒരുപാട് ആൾക്കാർ 3Dയിൽ ഇപ്പോഴും ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതം മാറാൻ വേണ്ടിയിട്ടൊന്നും പോകുന്നില്ല, അവരൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോലും റെഡി ഉണ്ടാവില്ല, അവരൊന്നും ഒന്ന് പഠിക്കാൻ പോലും ഓക്കെ ഉണ്ടാവില്ല. ഇതിങ്ങനെ തന്നെ ആകുന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ജീവിതത്തിനെ നോക്കിക്കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ 4Dയിലും ഒരുപാട് തലങ്ങളുണ്ട്. 4Dയിൽ തുടങ്ങിയ ആൾക്കാരുണ്ടാവും, 4Dയിൽ കുറേ കയറി 5Dൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. സോ നമ്മളൊരു മാസ്റ്റർ ആവണം നമ്മളുടെ ലൈഫിലെങ്കിൽ നമ്മൾ ആദ്യം റെഡിയാക്കേണ്ടത് നമ്മളുടെ ഇമോഷൻ, നമ്മളുടെ മെന്റൽ ഡയമെൻഷൻസിനെ റെഡിയാക്കുക എന്നുള്ളതാണ്. സോ ഇനി അങ്ങോട്ടേക്ക് ജീവിക്കുന്ന സമയത്തൊന്ന് ചിന്തിച്ചു നോക്കുക, ഞാൻ ഏത് ഡയമെൻഷനിലാണുള്ളത്. ഈവൻ പ്രെയറിൽ പോലും ഒരുപാട് തലങ്ങളുണ്ട് പ്രാർത്ഥനയ്ക്ക്. ഏറ്റവും താഴേക്കുള്ള തലമാണ് പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞിട്ട്, പരാതി മാത്രം പറഞ്ഞിട്ട്, സ്ട്രഗിൾസ് മാത്രം പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. മേലേക്ക് എത്തുമ്പം പരാതിയില്ല, ആവശ്യങ്ങളില്ല, പ്രാർത്ഥനകൾ പോലും ഇല്ല. പ്രാർത്ഥനകളില്ല എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാത്ത സിറ്റുവേഷൻസ് അല്ല, ആവശ്യങ്ങളില്ലാതെ ജസ്റ്റ് എനിക്കൊന്ന് നിന്നെ ഓർക്കാൻ തോന്നിയതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന, ഞാൻ നിന്നെ ഓർക്കുന്ന ദിക്ർ മാത്രമാവും പ്രാർത്ഥന എന്ന് പറയുന്നത്.
അപ്പം ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ മനസ്സ് ഇവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ ലൈഫും ഇവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക.